എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായ അനിശ്ചിതത്വത്തിൽ സർക്കാർ പ്രതിരോധത്തിൽ. CPI മന്ത്രിമാരുടെ ഉൾപ്പെടെ എതിർപ്പ് മറികടന്നാണ് മാർക്ക് ഏകീകരണത്തിന് മന്ത്രിസഭയിൽ തീരുമാനമെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ. പരീക്ഷയ്ക്ക് ശേഷം മാത്രം പ്രോസ്പെക്ടസ് മാറ്റിയതിൽ കൃത്യമായ വിശദീകരണം നൽകാതെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സർക്കാരിനെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനവുമായി രംഗത്ത്. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം റാങ്ക് ലിസ്റ്റിൽ കോടതിയിലേറ്റ തിരിച്ചടിയിൽ സർക്കാർ പ്രതിരോധത്തിൽ. വിദഗ്ധ സമിതി റിപ്പോർട്ടിലും കോടതിയിൽ നിന്നുള്ള വിമർശനത്തിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് മറുപടിയില്ല. ഇക്കൊല്ലം പുതിയ ഫോർമുല നടപ്പാക്കുന്നത് ഉചിതമല്ലെന്നായിരുന്നു വിദഗ്ധ സമിതി ശുപാർശ. നേരത്തെ മാറ്റാമായിരുന്നില്ലേ എന്നാണ് കോടതി ചോദിച്ചത്. പരീക്ഷയ്ക്ക് ശേഷം പ്രോസ്പെക്ടസ് മാറ്റിയതിനെ മന്ത്രി ആർ ബിന്ദു വീണ്ടും ന്യായീകരിച്ചു. അത്തരമൊരു ഫോർമുല ശുപാർശ ചെയ്തിരുന്നോ എക്സ്പെർട്ട് കമ്മിറ്റി 5:3:1? അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. നിങ്ങളൊക്കെ വലിയ CID-കളാണല്ലോ. ജൂൺ 30-ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ഉൾപ്പെടെ പുതുക്കിയ മാർക്ക് ഏകീകരണത്തിൽ ആശങ്കയുയർത്തിയെന്ന വിവരവും പുറത്തു വന്നു. മാനദണ്ഡങ്ങൾ മാറ്റിയത് ആർക്ക് വേണ്ടിയെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. എന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഭേദഗതി വരുത്തിയത്? ഭേദഗതി വരുത്തി ആ കിം പരീക്ഷാ ഫലത്തെ മുഴുവൻ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി ഇവരെ കുളമാക്കി മാറ്റി. റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് KSU സംസ്ഥാന വ്യാപക പ്രതിഷേധം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്നാണ് ആവശ്യം. അതേസമയം എഞ്ചിനീയറിംഗ് ഫാർമസി കോളേജ് ഓപ്ഷൻ ഇന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് നൽകി തുടങ്ങാം. 24 തിരുവനന്തപുരം.